ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടീ ടൈം സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. സ്റ്റഫ്ഡ് ഓണിയൻ പക്കവട. അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കാണാം. ഇതിലേക്ക് ആദ്യം നമുക്കൊരു ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലൂടെ ചേർത്ത് കൊടുക്കുന്നുള്ളത്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ഒന്ന് ചെറുതായി പൊട്ടി തുടങ്ങുമ്പോൾ അരിഞ്ഞു വെച്ച 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ റോസ് സ്മെൽ മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത 2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. വലിയ ഉള്ളിയാണെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചാറ്റ് മസാല, ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ബട്ടാട്ട വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 4 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. നന്നായി വേവിച്ച ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഗ്രേറ്റ് ചെയ്തില്ലെങ്കിൽ സ്മാഷ് ചെയ്തെടുത്താലും മതി. ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില കൂടി വിതറി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ ചെറിയ സൈസിലുള്ള ഉള്ളിയെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് 2 ഭാഗമായി കട്ട് ചെയ്ത് ഇതളുകളായി വേർതിരിച്ചെടുക്കാം. ഇങ്ങനെ ഓരോന്നും ഇതളുകളായി എടുക്കണം. ഇനി ഇതിലേക്ക് ഫില്ലിങ് ബോളായി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ പാട്ടാണ് ഇങ്ങനെ നമുക്ക് കവർ ചെയ്തെടുക്കുന്നത്. രണ്ടും ഒരേപോലത്തെ നമുക്ക് കവർ ചെയ്യാൻ പ്രയാസമായിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഫില്ലിങ് എടുത്ത് ബോളാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇതളെടുത്ത് ഇങ്ങനെ ഉൾഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. വലിയ ഇതള് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് ബോളാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇതള് വേണം ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമ്മൾ സാധാരണ എല്ലാ ബജിക്കും ചെയ്യുന്ന പോലെ തന്നെയുള്ള സെയിം ബാറ്റർ തന്നെയാണ്. 1 കപ്പ് കടലമാവും, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചാറ്റ് മസാല, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെയായി ചേർത്തെടുത്ത് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. വേണമെങ്കിൽ കുറച്ച് സോഡാപ്പൊടി കൂടി ചേർത്തെടുക്കാം. ഞാനിവിടെ ചേർത്തെടുക്കുന്നില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായി ചൂടായി വന്നാൽ നമുക്ക് ഈ ഉള്ളി നിറച്ചത് ഈ ബാറ്ററിൽ മുക്കി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് തിരിച്ചു മറിച്ചും ഇട്ടും എടുത്ത് നല്ല ഗോൾഡൻ നിറമാവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ഈസി ആൻഡ് ടേസ്റ്റി ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പൊട്ടാറ്റോ ബോണ്ടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്, സ്പെഷ്യലായിട്ടൊന്നുമില്ല. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.